Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാടായി പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായിക്കാരന്റെ മാട്ടൂൽ നോർത്തിലുള്ള വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ഏറെ വൈകിയും പരിശോധന തുടർന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വൈകല്യ നിവാരണ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പൊതുപണിമുടക്കിൽ പങ്കെടുക്കാതെ ഓഫീസിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായിക്കാരന്റെ മാട്ടൂൽ നോർത്തിലുള്ള വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ഏറെ വൈകിയും പരിശോധന തുടർന്നു. രാവിലെ 6 മണി മുതലാണ് പരിശോധന തുടങ്ങിയത്. സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടക്കുന്നത് എന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് അന്വേഷണം. നേരത്തെയും സഹീദ് കായിക്കാരന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. രാവിലെയോടെയാണ് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തിയത്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പിമാരായ സുരേഷ്, രമേശ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാടായി പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായിക്കാരന്റെ വീട്ടിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സഹീദ് കായിക്കാരൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത്. സമരം CPM ജില്ലാ കമ്മിറ്റി അംഗം K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസവും കായിക്കാരൻ സയ്യിദ് പത്രസമ്മേളനം നടത്തി പല ന്യായീകരണങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള MLA ഉൾപ്പെടെ മേൽക്കയറുന്ന ന്യായീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് ഇതിന് അർഹതയുണ്ടോ? ഈ അഴിമതിക്കാരന് അതിന് അർഹതയില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് ഈ നാട് അതാണ് ചർച്ച ചെയ്യുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇത്രയും വലിയ അഴിമതിക്കാരനായിട്ട് മാറുമോ? ഇത്രയും വലിയ അഴിമതിക്കാരനായിട്ട് മാറിയിരിക്കുന്നു. P. ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. PV വേണുഗോപാലൻ, N. രാമചന്ദ്രൻ, വരുൺ ബാലകൃഷ്ണൻ, OV രഘുനാഥ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വൈകല്യ നിവാരണ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിശുരോഗ വിഭാഗത്തിന്റെയും അസ്ഥിരോഗ വിഭാഗത്തിന്റെയും സഹകരണത്തോടെയാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വൈകല്യ നിവാരണ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പിയും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായും അത്തരത്തിൽ നമ്മുടെ മക്കൾക്ക്
അവരോരോരുത്തരും നമ്മൾ നോക്കണം. പാവങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളാൽ ജീവിതത്തിലുടനീളം ഉണ്ടാകുന്ന പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ നമ്മുടെ ഈ ക്ലിനിക്കിലൂടെ അവരുടെ പ്രയാസങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയും അതിലിടപെടുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുകയും ചെയ്യുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ഇത് പ്രവർത്തിക്കുക. കുട്ടികളിലെ വൈകല്യം നേരത്തെ തിരിച്ചറിയുന്നതെങ്ങനെ, വൈകല്യ നിവാരണം എന്നീ വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസും നടന്നു. ജന്മന ഉള്ളതും ജനനശേഷമുള്ളതുമായ വൈകല്യങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും സൗജന്യ നിരക്കിൽ ലഭ്യമാകും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ സഹായ ഉപകരണങ്ങളും ലഭ്യമാക്കും. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിശുരോഗ വിഭാഗത്തിന്റെയും അസ്ഥിരോഗ വിഭാഗത്തിന്റെയും സഹകരണത്തോടെയാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഡോക്ടർ എസ് എം സരിൻ, ഡോക്ടർ വി സുനിൽ, ഡോക്ടർ സൂരജ് രാജഗോപാൽ, ഡോക്ടർ MDP മുഹമ്മദ്, ഡോക്ടർ ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പൊതുപണിമുടക്കിൽ പങ്കെടുക്കാതെ ഓഫീസിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പൊതുപണിമുടക്കിൽ പങ്കെടുക്കാതെ ഓഫീസിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം നടത്തിയത്. NGO അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ ശ്രീ പ്രകാശ് ബാബു KV പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് MK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഷെറിൻ S, ഷിജിത്ത് AK തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ഹരിദാസൻ TV, ഷറഫുദ്ദീൻ KE, ഹരികൃഷ്ണൻ K, രജീഷ് കുമാർ K, ഷമ്മാസ് KV, വിജിന K, യശോദ P, ദമയന്തിനി K, രാജീവൻ V, ജിജോ ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദയ ചാരിറ്റബിൾ സൊസൈറ്റി ആശുപത്രിക്ക് മോർച്ചറി, ട്രോളി, വീൽചെയർ എന്നിവ കൈമാറി. M. വിജിൻ MLA ആശുപത്രി അധികൃതർക്ക് കൈമാറി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദയ ചാരിറ്റബിൾ സൊസൈറ്റി ആശുപത്രിക്ക് മോർച്ചറി, ട്രോളി, വീൽചെയർ എന്നിവ കൈമാറി. M. വിജിൻ MLA ആശുപത്രി അധികൃതർക്ക് കൈമാറൽ നിർവഹിച്ചു. ആശുപത്രി പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ്, സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. നമ്മുടെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനം, പ്രത്യേകിച്ച് നിർദ്ധരായ രോഗികൾക്ക്, മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ വീട് വീടാന്തരമുള്ള കിടപ്പ് രോഗികൾക്കുള്ള സഹായങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടാണ് ദയയുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ദയ ചെയർമാൻ K. പത്മനാഭൻ, സെക്രട്ടറി സീബ ബാലൻ, PV രഞ്ജിത് കുമാർ, PV ബാലകൃഷ്ണൻ, MV രാജീവൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റി BSNL ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TP ആദർശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാർവൽക്കരിക്കുന്നതിനുള്ള ഗവർണറുടെ നടപടികൾക്കെതിരെ SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റി BSNL ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TP ആദർശ് ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിനകത്തെ സർവകലാശാലകളിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവർണർ തയ്യാറാവുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് ഈ BSNL ഓഫീസിലേക്ക് നമ്മൾ ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മറ്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം സമരം നടത്തിക്കൊണ്ട് SFIയുടെ 30ഓളം വരുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള 30ഓളം വരുന്ന SFIയുടെ സഖാക്കൾ ഇന്ന് ജയിലറകൾക്കുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. SFI ഏരിയ പ്രസിഡന്റ് അഭിറാം, അശ്വിൻ, അരുൺ, അഭിനന്ദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ M. വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മിനി ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു. ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം M. വിജിൻ MLA നിർവഹിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ M. വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചു. ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം MLA നിർവഹിച്ചു. ഇവിടുത്തെ ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ HMC ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു മിനിമാസ്റ്റ് ലൈറ്റ് നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചത്. ഇതിപ്പോൾ പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുന്ന താലൂക്ക് ആശുപത്രിക്ക് മാത്രം ഉപകാരം കിട്ടുന്ന വിധത്തിലേക്കല്ല, നമ്മുടെ KSTP റോഡിലേക്ക് ഉൾപ്പെടെ രാത്രിയിൽ വെളിച്ചം കിട്ടത്തക്ക വിധത്തിൽ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. DV മല, ഡോക്ടർ NEPT, ജസീർ അഹമ്മദ്, AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, രേഷ്മ പരാഗൻ, സന്തോഷ് CBK എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗിച്ച ശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിയുന്നത്. ഉപയോഗശേഷമുള്ള മാസ്കുകൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. മെഡിക്കൽ കോളേജിന്റെ പല ഭാഗത്തും മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. മിനറൽ വാട്ടർ കുപ്പികളും ഐസ്ക്രീം പാക്കറ്റുകൾ അടക്കം ഇവിടെ പലയിടത്തും കാണാൻ സാധിക്കും. ഭക്ഷണം പാർസൽ വാങ്ങി കഴിച്ച ശേഷം അവ വേസ്റ്റ് ബിന്നിൽ ഇടാതെ വലിച്ചെറിയുന്നതും പതിവായിരിക്കുകയാണ്. അതിനാൽ തെരുവുനായ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ആശുപത്രി പരിസരം അനുദിനം മാലിന്യങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് പരിസര ശുചീകരണം നടത്തണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവള്ളൂർ പലിയേരിയിലെ പ്രകാശൻ മാസ്റ്ററുടെ തൊടിയിൽ ഇത് ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ കാലം. വലിയ അധ്വാനമൊന്നും കൂടാതെ ആർക്കും തങ്ങളുടെ പറമ്പിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രകാശൻ മാസ്റ്റർ. കരിവള്ളൂർ പലിയേരിയിലെ പ്രകാശൻ മാസ്റ്ററുടെ തൊടിയിൽ ഇത് ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ കാലം. 40 എണ്ണം കൃഷി ചെയ്യുന്നുണ്ട് പ്രകാശൻ മാസ്റ്റർ. വലിയ അധ്വാനമൊന്നും കൂടാതെ ആർക്കും തങ്ങളുടെ പറമ്പിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. കേരളത്തിൽ കുറച്ച് വർഷങ്ങളായി ഏറെ പ്രചാരം നേടിയ ഈ പഴം പക്ഷേ കരിവള്ളൂർ കാങ്കോൽ ഭാഗത്ത് അത്ര പരിചിതമല്ല. കൃഷിഭവനിൽ നിന്ന് 10 എണ്ണം വാങ്ങിയായിരുന്നു തുടക്കം. പിന്നീട് ഓൺലൈനിൽ കൂടുതൽ എണ്ണം വാങ്ങി. മുലഷ്യൻ റെഡ് ഇനമാണ് അദ്ദേഹം കൃഷി ചെയ്യുന്ന ഇനം. ജൈവ കൃഷിരീതിയാണ് അവലംബിക്കുന്നതെന്നും ഒരു ഹോബിയായി തുടങ്ങിയതാണെന്നും പ്രകാശൻ മാസ്റ്റർ പറയുന്നു. കള്ളിമുൾച്ചെടിയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണിത്. മധുരമുള്ള പഴമാണെങ്കിലും ജ്യൂസാക്കി കഴിക്കുന്നതിനോടാണ് ആളുകൾക്ക് പ്രിയം. കൂടാതെ ജാം, ജെല്ലി, കേക്ക് എന്നിവയും ഇതിൽ നിന്ന് നിർമ്മിക്കാം. അതിവേഗം വളരുന്ന ചെടി 1 വർഷം കഴിയുമ്പോൾ പൂവിടുകയും 2ാമത്തെ വർഷം പൂർണ്ണമായ തോതിൽ കായ്ക്കുകയും ചെയ്യും. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് വിളവെടുപ്പ് സമയം. രാത്രി വിടരുന്ന പൂക്കൾ 1 മാസം കൊണ്ട് പഴമായി തുടങ്ങും. കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് പ്രകാശൻ മാസ്റ്റർ. ഭാര്യ ശ്രുതി ടീച്ചറാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ IT EK നയനാർ സ്മാരക ഗ്രന്ഥാലയം വായനപക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും നടത്തി. നാടക പ്രവർത്തകനും ചാനൽ അവതാരകനുമായ ഗംഗൻ IT ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കരുടെ അനുസ്മരണ ദിനമായ ജൂൺ 19 മുതൽ ഗ്രന്ഥശാല സംഘം ആദ്യ സെക്രട്ടറിയായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെ വൈവിധ്യമാർന്ന പരിപാടികളാണ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വായനപക്ഷാചരണത്തിന്റെ സമാപനം നാടക പ്രവർത്തകനും ചാനൽ അവതാരകനുമായ ഗംഗൻ IT പരിപാടി ഉദ്ഘാടനം ചെയ്തു. എഡ്വേർഡ് ഗലീന എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരന്റെ അതിപ്രശസ്തമായ ഒരു കഥയും. എന്താ കഥ? ഒരു വൃദ്ധൻ മരണം കാത്തു കിടക്കുകയാണ്.
അദ്ദേഹത്തിനെ സഹായിക്കാനോ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കാനോ അദ്ദേഹത്തിനെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ ലോകത്ത് ആരുമില്ല. അയാൾ ബന്ധുക്കളാരില്ല, സ്വന്തക്കാരില്ല, മക്കളില്ല, ആരുമില്ല. അങ്ങനെ മരണം കാത്ത് കിടക്കുന്ന ആ മനുഷ്യനോട് അവയാളടുത്ത് നല്ല പണം ഉണ്ടാവും, ധനം ഉണ്ടാവും എന്ന് കരുതി 2 കള്ളന്മാരൊരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി അദ്ദേഹത്തെ കട്ടിലോട് എടുത്തു കൊണ്ടുവന്ന് പുറത്ത് കിടത്തി. സിന്ധുലാൽ IT അധ്യക്ഷത വഹിച്ചു. KP സജിത്ത്, TK ഷിജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയുടെ അനുഭവം പകരുന്ന പൂർണ്ണമായും AI ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ വിഭാഗത്തിലുള്ള ഉപഭോക്താക്കളെയും ആകർഷിക്കുന്ന ഓപ്പോ റെനോ 14 സീരീസ് മൊബൈൽ ഫോണിന്റെ കാസർഗോഡ് ജില്ലയിലെ ലോഞ്ചിങ്ങും ആദ്യ വിൽപ്പനയും നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ അലിഫ് മാർട്ട് പരിസരത്ത് നടന്ന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ ഒരുപോലെ 50 മെഗാ പിക്സൽ ലഭിക്കുന്നതിനാൽ ഓപ്പോയുടെ റെനോ 14 സീരീസ് പുതിയ മൊബൈലിൽ ഫോട്ടോഗ്രാഫി പൂർണ്ണ സംതൃപ്തി നൽകുമെന്ന് കമ്പനി അധികൃതർ പറയുന്നു. AI പോർട്രേറ്റ് ക്യാമറ ഉപയോഗിച്ച് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി സാധ്യമാക്കുമെന്നത് എല്ലാ പ്രായത്തിലുമുള്ള മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്കും ഒരുപോലെ ആസ്വാദ്യകരമാകും. ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ 4K HDR വീഡിയോ സപ്പോർട്ടും പ്രത്യേകതയാണ്. 6000 mAh ബാറ്ററിയും അതിന് 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജറും ഫോണിനെ ഏറെ ആകർഷകമാക്കുന്നു. വെറും 20 മിനിറ്റ് കൊണ്ട് ചാർജ് ഫുള്ളാക്കാം. റെനോ 14 3 വേരിയന്റുകളിലും 14 Pro 2 വേരിയന്റുകളിലും ലഭ്യമാണ്. 8256, 12256, 12512 എന്നീ വേരിയന്റുകളിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഫോണുകളുമുണ്ട്. 38,000 രൂപ മുതലാണ് വില. പലിശരഹിത വായ്പകൾ അലിഫ് മാർട്ടിന്റെ സ്ഥാപനങ്ങളിൽ ലഭിക്കുമെന്ന് MD AG സയ്യിദ് യൂസഫ് അലി പറഞ്ഞു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ അലിഫ് മാർട്ട് പരിസരത്ത് നടന്ന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. അലിഫ് മാർട്ട് MD AG സയ്യിദ് യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. ഒപ്പോ ഏരിയ സെയിൽസ് മാനേജർ K ശ്രീരാഗ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ SK പ്രസൂൺ, തൃക്കരിപ്പൂർ ഗവൺമെന്റ് VHS സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, ബജാജ് ഫിനാൻസ് ഏരിയ സെയിൽസ് മാനേജർ A ബിജു, ഓപ്പോ ട്രെയിനർ പ്രജീഷ്, ടീം ലീഡർ സുധിൻ, നിഖിൽ എന്നിവർ സംസാരിച്ചു. 2025 F29 സീരീസ് ഫോൺ വിൽപ്പനയിലെ മികവിന് ഇന്തോനേഷ്യയിലെ ബാലി യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത അലിഫ് മാർട്ട് MD AG സയ്യിദ് യൂസഫ് അലിക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. മികച്ച പെർഫോമൻസ് അവാർഡുകൾ ശരത്ചന്ദ്രൻ, M അജേഷ്, TV അർജുൻദാസ് എന്നിവർക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു. ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ലൈവ് ഡെമോൺസ്ട്രേഷൻ, പെനാൽറ്റി ഷൂട്ടൌട്ട്, കുസൃതി ചോദ്യങ്ങൾ, പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ചോദ്യങ്ങൾ എന്നിവ നടന്നു. നിരവധി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പണിമുടക്ക് ദിനത്തിലെ വേറിട്ട കാഴ്ചയായി പോലീസുകാരന്റെയും പ്രാവിൻകൂട്ടത്തിന്റെയും ചങ്ങാത്തം. പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിലെ SI KP രമേശനും ഒരു കൂട്ടം പ്രാവുകളുമാണ് കഥയിലെ താരങ്ങൾ. കഴിഞ്ഞ പണിമുടക്ക് ദിവസം പെട്രോളിങ്ങിനിടെ യാദൃശ്ചികമായാണ് പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിലെ SI KP രമേശൻ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത്. പണിമുടക്കിനെ കുറിച്ച് യാതൊന്നും അറിയാതെ ആഹാരം തേടി പാറിപ്പറന്ന് ക്ഷീണിച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു പ്രാവിൻകൂട്ടം. ഇന്ന് ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് വല്ലതും കഴിച്ചിട്ടു പോകാമെന്ന് SI പറഞ്ഞപ്പോൾ പുതിയ സുഹൃത്തുക്കൾക്കും 100 വട്ടം സമ്മതം. തുടർന്ന് കയ്യിൽ കരുതി വെച്ച ധാന്യമണികൾ അദ്ദേഹം പ്രാവുകൾക്ക് നൽകി. അടുത്ത തവണ ഇതേ സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് പുതിയ സുഹൃത്തുക്കൾ മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രം വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടെ പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചതായി പുതുതായി സ്ഥാനമേറ്റ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രം വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടെ പരിപാടികൾ ഏറ്റെടുത്തു നടത്താൻ തീരുമാനിച്ചതായി പുതിയതായി സ്ഥാനമേറ്റ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. വരും ദിവസങ്ങളിൽ അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരിക്കും തങ്ങളെന്നും ഭാരവാഹികൾ പറയുന്നു. ഡെപ്യൂട്ടി കമ്മീഷണറുടെ പൂർണ്ണ അധിക ചുമതലയിലാണ് ട്രസ്റ്റിമാരായി PK തമ്പാൻ, PT വിജയകുമാർ, PK രമേശൻ, PP ലക്ഷ്മണൻ, KP തമ്പാൻകുട്ടി എന്നിവരെയാണ് പുതിയതായി ട്രസ്റ്റിമാരായി ഉത്തരവ് നമ്പർ A3/206/2025 MDBയിൽ നിയമിച്ചിരിക്കുന്നത്.
ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണരാജ് വർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി.കെ. രമേശിനെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുത്തു. ഡിലേയായിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് നീക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. കാരണം ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന് വീണ്ടും ഒരു പുനരുദ്ധാരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം നമ്മളെല്ലാവരും ഒത്തിരുന്ന് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ചാമക്കാവ് ക്ഷേത്രം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ GLP സ്കൂൾ വിദ്യാർത്ഥികളുടെ വീട്ടിലൊരു ലൈബ്രറി എന്ന ലക്ഷ്യമുയർത്തി പുസ്തകോത്സവം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വീട്ടിൽ ഒരു ലൈബ്രറി എന്ന ലക്ഷ്യമുയർത്തി പുസ്തകോത്സവം സംഘടിപ്പിച്ചു. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുമായി സഹകരിച്ചാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മനസ്സ് നന്നാകും. മനസ്സ് നന്നായാലോ ആരാ നന്നാവുക? നിങ്ങൾ നന്നാവൂലേ? മനുഷ്യൻ നന്നാവും. മനുഷ്യരെല്ലാം നന്നായാലോ ഭൂമി നന്നാകും, നാട് നന്നാകും. അപ്പൊ നമ്മള് നാട് നന്നാവണം വേണ്ടേ? നാട് നന്നാകണം, നമ്മൾ ഒന്നാകണം. ഇങ്ങനെ മനുഷ്യരായി നല്ല കുട്ടികളായി വളരാൻ നമുക്ക് വായനയാണ് പ്രയോജനപ്പെടുക. നമുക്കൊക്കെ എത്ര കണ്ണുകളുണ്ട്? എല്ലാവരും തൊട്ട് നോക്കി പറഞ്ഞു. 2 കണ്ണുകളുണ്ട്. എത്ര ചെവിയുണ്ട്? എത്ര കൈയുണ്ട്? കാലോ? അടുത്ത ചോദ്യം, എത്ര മനസ്സുണ്ട്? കണ്ടില്ലേ? അതെന്താ ഒന്നായിപ്പോയത്? കൗൺസിലർ ഇ. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ കെ. ഭരതൻ, സന്ധ്യ, MK പ്രസാദ്, KK സുരേഷ്, വത്സൻ കുണ്ടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. PN പണിക്കർ ഫൗണ്ടേഷൻ വിദ്യാരംഗം പയ്യന്നൂർ ഉപജില്ല വായനാ മാസാചരണം രചനാ മത്സര വിജയികൾക്ക് അനുമോദനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ വിദ്യാരംഗം പയ്യന്നൂർ ഉപജില്ല വായനാ മാസാചരണം രചനാ മത്സര വിജയികൾക്ക് അനുമോദനം വിജയോത്സവം സംഘടിപ്പിച്ചു. BRC ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹത്തിന്റെ ആത്മാവായി നമ്മൾ അക്ഷരങ്ങളെ മാറ്റേണ്ടതുണ്ട്. സമൂഹത്തിന്റെ ആത്മാവായി അക്ഷരങ്ങളെ മാറ്റണമെങ്കിൽ ഓരോ ഗ്രാമത്തിലെയും നമുക്ക് ഗ്രന്ഥശാലകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു പ്രദേശത്തിലെ ഒരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ ആത്മാവ് കൂടിയാണ് എന്ന് പറയുന്നത്. PN പണിക്കർ ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാരിയിൽ സുകുമാരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ AEO TV സുചിത്ര ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വിദ്യാരംഗം കോർഡിനേറ്റർ നാരായണൻ പുതുമന, പയ്യന്നൂർ BPC ഉമേഷ് MV, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ബാബു CV, രാജഗോപാലൻ CV, MK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് MK, സുനില K, മഞ്ജു മധു, സതീശൻ KC തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യുവ സാഹിത്യകാരി മൈസൂന ഹാനി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾക്കത് വേറിട്ട അനുഭവമായി. സ്കൂളിൽ രൂപീകൃതമായ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, ഇക്കോ, സോഷ്യൽ സയൻസ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും യുവ സാഹിത്യകാരി മൈസൂന ഹാനി ഉദ്ഘാടനം ചെയ്തു. ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലോ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ആളുകൾക്ക് മാത്രമായിട്ടോ അല്ല ബഷീർ എഴുതിയിട്ടുള്ളത്. ഏത് കാലത്തേക്കും വ്യാപിക്കുന്നതാണ് ബഷീറിന്റെ എഴുത്ത്. മലയാളം അറിയാവുന്ന, മലയാളം കൂട്ടി വായിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും ബഷീറിന്റെ സാഹിത്യം വഴങ്ങും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു നോവലാണ് പാത്തുമ്മയുടെ ആട്. അറിയില്ലേ? പാത്തുമ്മയുടെ ആട്. അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള തലയോരപ്പറമ്പ്, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള വീട്ടില് അദ്ദേഹം ഒരു വിശ്രമ കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പാത്തുമ്മയുടെ ആട് എന്നുള്ള നോവൽ എഴുതിയിരിക്കുന്നത്. പാത്തുമ്മയുടെ ആട് എന്നുള്ള ആ നോവലിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴിയും കാക്കയും ആടുകളും പശുക്കളും മറ്റു വൃക്ഷലതാദികളും ബാക്കി അതുപോലെ മനുഷ്യരും എല്ലാവരും ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങളാണ്.
സ്കൂൾ പ്രധാനാധ്യാപിക VK ശശികല അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്ക് PVC ജുവൈരിയ, PVC ഇനാം എന്നിവർ ചേർന്ന് പുസ്തക വിതരണം നടത്തി. P ഹരീന്ദ്രൻ, K മനു, TV റോഷ്നി, അനീഷ് വെങ്ങാട്ട്, TK ഷെരീഫ്, MDC ആരിഫ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്നൂർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ രാജേഷ് CP ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി അന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ ആലിൻകീഴിൽ കുളത്തിൽ നടന്ന 2 ആഴ്ചക്കാലത്തെ ശാസ്ത്രീയ നീന്തൽ പരിശീലനം സമാപിച്ചു. കേരള അക്വാട്ടിക് ഫെഡറേഷന്റെ അംഗീകൃത നീന്തൽ പരിശീലകൻ ലക്ഷ്മണന്റെ ശിക്ഷണത്തിൽ 13 കുട്ടികൾ പരിശീലനം പൂർത്തിയാക്കി. ആലിൻകീഴിൽ കുളത്തിന് സമീപം ചേർന്ന സമാപന യോഗം പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ രാജേഷ് CP ഉദ്ഘാടനം ചെയ്തു. മുൻ ഏഷ്യാഡ് നീന്തൽ ജേതാവ് P പത്മനാഭൻ പരിശീലകന് ഉപഹാരം നൽകി. P ഫൽഗുനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K രാമചന്ദ്രൻ, അശോക് കുമാർ, രവികൃഷ്ണൻ, നാരായണൻ കാമ്പ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ടൗണിനെ കുരുക്കിയിടുന്ന വെള്ളാപ്പ് റോഡ്, വീരിച്ചേരി റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ വേഗത്തിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മേൽപ്പാലങ്ങളുടെ നിർമ്മാണവും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളും വേഗത്തിലാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംഘടനകളെ തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ഒരു വേദിയിലെത്തിക്കാൻ മുൻകൈയെടുക്കുന്നു. ജനജീവിതത്തെ വട്ടം കറക്കുന്ന തരത്തിൽ തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്ത് പരിധിയിൽ 5 റെയിൽവേ ഗേറ്റുകളാണുള്ളത്. ഇതിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 4 റെയിൽവേ ഗേറ്റുകളാണ് യാത്രക്കാരെ കുരുക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് 2 റെയിൽവേ ഗേറ്റുകൾ ടൗണിലെത്തുന്നവരെ പതിറ്റാണ്ടുകളായി വലയ്ക്കുകയാണ്. 40-ൽ പരം സ്വകാര്യ ബസ്സുകളും മംഗളൂരുവിലേക്കും വലിയപറമ്പ് പടന്നക്കടപ്പുറത്തേക്കും ഉൾപ്പെടെ 2 KSRTC ബസ്സുകളും സർവീസ് നടത്തുന്ന പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ബീരിച്ചേരി ഗേറ്റും ടൗണിലെ തിരക്കേറിയ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിലുമാണ് 2 റെയിൽവേ ഗേറ്റുകൾ യാത്രാക്കുരുക്കുണ്ടാക്കുന്നത്. ഇളമ്പച്ചി, രാമവില്യം, ഒളവറ, ഉളിയംകടവ് റോഡ് എന്നിവിടങ്ങളിലാണ് മറ്റ് റെയിൽവേ ഗേറ്റുകൾ. ബീരിച്ചേരി, വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യം വേഗത്തിൽ നടപ്പിലാക്കാൻ ഇടപെടലുകൾ ഉണ്ടാക്കാനാണ് പുതിയ നീക്കം നടക്കുന്നത്. തൃക്കരിപ്പൂർ ശബ്ദം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളെയും സംഘടനാ നേതാക്കളെയും മേൽപ്പാല നിർമ്മാണത്തിനായും റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ഒരേ വേദിയിൽ അണിനിരത്തുന്നതിന് മുൻകൈയെടുക്കുകയാണെന്ന് വാട്സപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 13 ഞായറാഴ്ച വൈകിട്ട് 4:30 തൃക്കരിപ്പൂർ നെഹ്റു സ്തൂപത്തിന് സമീപത്തെ ബുർജ് ഓഡിറ്റോറിയത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നത്. രാഷ്ട്രീയ കക്ഷി ഭാരവാഹികൾ, തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ, ഡ്രൈവർമാരുടെ സംഘടനാ നേതാക്കൾ, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, പള്ളി കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ നാടിന്റെ എല്ലാ മേഖലകളിലുമുള്ളവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് വേദി ഒരുക്കിയിട്ടുള്ളതെന്ന് ശബ്ദം വാട്സപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. M മുഹമ്മദ് കുഞ്ഞി, സപ്ന ലത്തീഫ്, AG മുഹമ്മദ് അമീൻ, AG അബ്ദുൽ സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മാടായി പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായിക്കാരന്റെ മാട്ടൂൽ നോർത്തിലുള്ള വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ഏറെ വൈകിയും പരിശോധന തുടർന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വൈകല്യ നിവാരണ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പൊതുപണിമുടക്കിൽ പങ്കെടുക്കാതെ ഓഫീസിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.